വേഗം ചുറ്റടാ. ഞാനോ കുറച്ച് വെള്ളം. ഇത് വേഗം ആട്ടടാ. ഞാൻ കുട്ടിക്ക് ഇത്തിരി കാച്ചി എണ്ണ മേടിക്കാൻ വന്നതാ. ജാനുവിന് സൂക്കേടൊന്നുമില്ലല്ലോ? ഇല്ല. ഞാൻ ചോദിച്ചോന്ന് പറഞ്ഞേക്കേ. ശരി. ഹായ്, ചമ്മന്തി കഞ്ഞിക്കാ നിന്റെ തലേ തേക്കാൻ വെക്കിനവിടെ. ഞാൻ ദേവത്തെ കണ്ടു. എവിടെ? കാവിന്റെ തന്നെ പോകുന്നു. വല്ലതും പറഞ്ഞു? ജാനടുത്ത് ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചു. അച്ഛനെ പറ്റി ഒന്നും ചോദിച്ചില്ല. ജാനു, ഞാൻ ചന്തയ്ക്ക് പോണു. അച്ഛാ, അരിയില്ല. ആ മൊയ്തക്കാരുടെ അടുത്ത് ചെന്ന് ഒരു 5 രൂപ തരാൻ പറ. കിട്ടിയില്ലെങ്കിലോ? ഓടി തരൂ. സൈനുബ, ബാപ്പ ഇവിടെ ഉണ്ടോ? ബാപ്പ കടയിലാ. എന്തിനാ ബാപ്പനെ അന്വേഷിക്കണേ? അച്ഛനൊരു 5 രൂപ കടം മേടിക്കാൻ പറഞ്ഞു. അരി മേടിക്കാനാ. നിക്കേ. നിന്റെ കയ്യിൽ 3 രൂപയുണ്ട്. ഇത് മതിയാ? മതി. എന്തിനാ പെണ്ണിന് കൈ കൊടുക്കുന്നത്? ബാപ്പാനോട് 5 രൂപ കടം വാങ്ങാൻ വന്നതാ. എന്നിട്ട് നീ കൊടുത്താ? അന്നോട് ആരാ കായ് കൊടുക്കാൻ പറഞ്ഞു? ഇങ്ങോട്ടുണ്ട്. അനക്കെന്തിനാ കായ്? അച്ഛൻ മേടിക്കാൻ പറഞ്ഞതാ. ആഹാ, എത്രയാ വാങ്ങാൻ പറഞ്ഞു? 5 രൂപ. 5 റുപ്യ വാങ്ങാൻ പറഞ്ഞാൽ 3 റുപ്യ വാങ്ങിയാ മതിയാ? അനക്ക് എത്രയാ വേണ്ടി? 5 റുപ്യല്ലേ മതിയാ? ഇനി കാണാ കല്ലിപ്പന്നെ. നോക്ക്, ഇത് അതിനെ കൊണ്ട് മുറുക്ക് വന്നതൊന്നും വാങ്ങി തന്നാളുടെ. ആ മോളെ മോളെ അതിന് കഞ്ഞി കൊടുത്ത മോളെ കൊടുത്ത്. ജാനു, ജാനു, ചേട്ടൻ എന്നാ വന്നേ? 2 ദിവസമായി. കോയമ്പത്തൂർ തന്നെയല്ലേ? അതെ. എടുത്തിട്ട് സുഖമാണോ? ആ, നീ എവിടുന്നാ വരുന്നേ? മമ്മൂക്കാനെ കാണാൻ പോയതാ. കാശ് കടം ചോദിക്കാൻ അല്ലേ? ഇനി എന്നാ പോവാ? വെള്ളിയാഴ്ച. വേണ്ട. നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ദേവു എന്നെ കൊല്ലും. തുടങ്ങി നിന്റെ കളി. ഞാനൊരു തെര കളിക്കാൻ. എവിടെ? അയ്യോ, ഇനി നീ വെക്ക്, ഞാൻ അടിക്കാം. മതിയോ? നേരത്തേക്ക് വലിയ ഭക്ഷണം കിട്ടിയല്ലോ. അച്ഛൻ വീട്ടിലുണ്ടോ? നമുക്ക് പോ. വേലു എവിടെ പോയി? അച്ഛൻ പുറത്തു പോയിരിക്കുക. എപ്പോഴാ വരിക? ഒന്നും അറിയില്ല. കാത്തു നിന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അത് ശരിയാവില്ല, ഞാൻ പറഞ്ഞോളാം. വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞത്. ഞാനില്ലാത്തപ്പോ ആരാടാ എന്റെ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നത് നോക്കുകയായിരുന്നു. ഞാൻ എന്റെ മോളെ പൊന്നുപോലെയാ നോക്കുന്നത്. അത് അവക്ക് പോലും അറിയില്ല.
കുഞ്ഞിരാമ, ഈ കാലം വല്ലാത്തതാ. ഒരുത്തരെയും വിശ്വസിക്കാൻ കൊള്ളില്ല. ആ, ഞാൻ ഒരു പുതിയ പാറ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ആ ഉളിയും കൂടും നാരായണന്റെ അടുത്ത് കൊടുത്തേക്കാം. ആ, അതിന്റെ അച്ചാർ ഇപ്പോഴേക്കും എന്താ? ഇപ്പൊ ഇതിരിക്കട്ടെ. ഓ, മോളെ, അച്ഛന്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട്. ഷാപ്പി പറഞ്ഞേക്കണ്ട. എന്നാ ഞാൻ വരട്ടെ. ആ, ആ. നിനക്കറിയാവിടെ ചാത്ത, ഈ നാടായ നാട് മുഴുവൻ എന്റെ തന്തയുടെ 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 വകയായിരുന്നു. അത് ആരായിരുന്നറിയോ? രാജാവായിരുന്നു. ആ, അന്തോണി ഒരു സ്വല്പം കൂടി കാണിച്ചതാ. ആരായിരുന്നു? രാജാവായിരുന്നു. അങ്ങേരി എത്തപ്പം മക്കള് വീതം വെച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? ആ മക്കളി എത്തപ്പം അവരുടെ മക്കൾ വീതം വെച്ചു. ആ മക്കളി എത്തപ്പം അവരും വീതം വെച്ചു. അവസാനം എനിക്കൊന്നുമില്ലാണ്ടായി. എന്നാലും ഞാൻ രാജാവല്ലാണ്ടാവുമോ? അമ്മടെ ഒരു കുപ്പിയുടെ വേലും ഇപ്പൊ ഇങ്ങോട്ട് പോന്നോ? കൈ കാശ് കിട്ടിയ പിന്നെ കള്ളു കയറ്റ ഉറക്കം വരൂല അല്ലേ? എന്തെത്ര വൈകി? എന്റെ മുമ്പിൽ ഇരിക്കാൻ ഏത് പട്ടിക്കാടാ ഞാൻ കുറുപ്പ്? ഞാൻ ആരാണെന്നറിയാവോ? രാജാവാ, രാജാവ്. വേലേശനെ ഞാനാ കുഞ്ഞിരാമൻ. കാക്കാശിന് കൊള്ളാത്തവനെ. നിന്റെയൊക്കെ വിചാരം വേലുവിന് വയസ്സായി പോയെന്താ? പക്ഷെ നിന്നെയൊക്കെ തല്ലാനേ ഈ വേലു ഒറ്റയ്ക്ക് മതിയടാ. വേലു കുടിച്ച വയറ്റി കിടക്കണം. അല്ലല്ലോ, കുഞ്ഞിരാമന്റെ സ്വഭാവം ആ ചീത്തയാ. നീ എന്നെ എന്നാ ചെയ്യൂ? തല്ലിച്ചയച്ച് തോട്ടിലെറിയും. ആ, എങ്കിലും ഒന്ന് കണ്ടിട്ടുള്ളല്ലോ. അവിടെ അടങ്ങിയിരുന്നോണം. ഇതാ, എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാവോടാ? എടാ, നമ്മൾ തമ്മിൽ മറ്റൊന്നും അല്ലല്ലോടാ. എന്റെ പൊന്നു കുഞ്ഞിരാമ, എനിക്കൊരാഗ്രഹമുള്ളത്, മരിക്കുന്നതിന് മുമ്പ് നിന്റെ കൈ കൊണ്ട് ഒരു കുപ്പി കള്ള് മേടിച്ച് കുടിച്ച് മരിക്കണം. കുഞ്ഞിരാമ, നീയല്ലേ ഒരു കുപ്പി കള്ള് പറയാടാ. അന്തോണേ, 2 കുപ്പിയുടെ. നീ എന്റെ പൊന്നു മോനല്ലേ. കഴിച്ചു വെച്ചാ എനിക്ക് ഇറങ്ങുന്നില്ല മോളെ. അച്ഛൻ എന്തിനാ കരയുന്നേ? ഞാൻ നിന്റെ അമ്മയെ കുറിച്ച് ഓർക്കായിരുന്നു മോളെ. ഒരു ദിവസമെങ്കിലും എന്നെ തല്ലി കൊള്ളാതെ അവള് കഞ്ഞി കുടിച്ചിട്ടില്ല. അവള് ചത്തുപോയി. എന്റെ മോക്കാ ഗതി ഉണ്ടാകരുത്. എത്രയും വേഗം ആർക്കെങ്കിലും എന്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചു കൊടുക്കണം. എങ്കിലേ എനിക്ക് സമാധാനാവും. അവനുണ്ടോ? അവൻ കഴിച്ചു. ഇതുകൂടി അവന് കൊടുത്തേ. നാളെ അവൻ വലിയൊരു പണിക്കാരനാവും. വഴിയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഞാൻ അങ്ങനെയല്ല അവനെ വളർത്തിയത്. സ്വന്തം മകനെ പോലെയാ. മോള് പോയി ചോറുണ്ട്. ഇതാ, അവന് കൊടുത്തേക്കും.